ദീർഘകാലമായി കുന്നംകുളത്തുകാരൊരു ആവശ്യമായിരുന്നു കുന്നംകുളം കേന്ദ്രമാക്കി ഒരു താലൂക്ക് ഉണ്ടാകണം എന്നുള്ളത്. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് 5 പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന കുന്നംകുളത്തിൻ്റെ ആവശ്യം നിർവഹിച്ച് പുതിയ കുന്നംകുളം താലൂക്ക് അനുവദിച്ചത്. 29 വില്ലേജുകളാണ് ഈ താലൂക്കിൻ്റെ പരിധിക്കകത്തുള്ളത്. പുതിയ ഓഫീസുകളും ഇതിനോടനുബന്ധിച്ച് നിരവധി കുന്നംകുളത്ത് താലൂക്ക് ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വരികയുണ്ടായി. ഇനിയും ചില ഓഫീസുകൾ കൂടി വരേണ്ടതുണ്ട്. അത്തരം ഒരു താലൂക്ക് ആസ്ഥാനം വന്നതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിനെ തുടർന്ന് സൗകര്യപ്രദമായ ഒരു ആസ്ഥാന മന്ദിരം, ഒരു മിനി സിവിൽ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം കൂടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായി. ഏകദേശം 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കുറുക്കമ്പാറയിൽ, കുന്നംകുളത്ത് നിന്ന് ചാവക്കാട്ടേക്ക് പോണ റോട്ടിൽ കുറുക്കമ്പാറയിൽ 55,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 4 നിലകളിലുള്ള കെട്ടിടത്തിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി നിശ്ചയിച്ച ദിവസമാണ്, അതിൻ്റെ തലേ ദിവസമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു നിർമ്മാണോദ്ഘാടനവും മറ്റു കാര്യങ്ങളൊന്നും നടത്തുകയുണ്ടായില്ല. അതിവേഗത്തിലാണ് അമ്മു കൺസ്ട്രക്ഷൻ എന്നുള്ള കരാർ കമ്പനി ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏകദേശം 24 കോടിയിലധികം രൂപ ഈ 55,000-ലധികം സ്ക്വയർ ഫീറ്റുള്ള ഈ കെട്ടിടത്തിന് വേണ്ടി 2 വർഷത്തെ പദ്ധതികളിലായി പ്രയോജനപ്പെടുത്തിയാണ് ഇത് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. താലൂക്ക് ഓഫീസിന് പുറമെ ഇപ്പോൾ വാടക കെട്ടിടത്തിലും മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ കൂടി താലൂക്ക് ആസ്ഥാനത്തേക്ക് മാറും. താഴെ നിലയും മുകളിലൊരു കോൺഫറൻസ് ഹാളും താലൂക്ക് ഓഫീസിനുണ്ട്. താഴെ നില പൂർണ്ണമായിട്ടും താലൂക്ക് ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. വിശാലമായ കോൺഫറൻസ് ഹാളുണ്ട്, ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ മറ്റേ വിശ്രമ കേന്ദ്രങ്ങളുണ്ട്, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. മറ്റ് ഓഫീസുകൾക്കും വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കുന്നംകുളത്തിൻ്റെ ഈ ആവശ്യം പരിഗണിച്ച് അതിവേഗത്തിൽ താലൂക്ക് അനുവദിക്കുകയും കെട്ടിടത്തിനാവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി, കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർ ഈ കാര്യത്തിന് നൽകിയിട്ടുള്ള പിന്തുണയും സഹായവും ഏറെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. പൂർത്തീകരിച്ച ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം സമീപ ദിവസം തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.